ഒരു തട്ടിക്കൊട്ട് ഫ്രൈഡ് റൈസ്, എഗ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കിലോ ജീരകശാല അരി ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസ് അത് നമ്മൾ ബ്ലെസ് ചെയ്തിട്ടാണ്, അതിലൊരു ക്രോസ് പോലെ ഇങ്ങനെ വരച്ചിട്ടാണ് വേവിക്കാനായിട്ട് ഇടുന്നത്. ഞാനിപ്പോൾ വാരി എടുക്കുകയാണ് ചെയ്യുന്നത്, വറ്റിക്കല്ല. അപ്പോൾ അത് ഒരു 1 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി വാരി വെച്ചിരിക്കുന്നതാണ്. പിന്നെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഇട്ടിട്ട് നമ്മളിത് അതിലേക്ക് ഇട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് ഞാൻ എന്താ പറയുക, നമ്മുടെ സോസുകളൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് റൈസിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലെടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക്, 3-4 കഷ്ണം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തേക്കാണ് മിക്സ് ചെയ്ത് കേട്ടോ. അരിയാനൊക്കെ നല്ല മടിയുള്ള കൊടുത്തിട്ടാണ്, അതുകൊണ്ട് ഞാൻ തട്ടിക്കൊട്ട് അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ആൻഡ് ബീൻസ്. ഇതും ഞാൻ നമ്മുടെ വെജിറ്റബിൾ സ്ലൈസർ ഉണ്ടല്ലോ, അപ്പോൾ ഈസി വേയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു 3 ക്യാരറ്റും പിന്നെ ഇതൊരു 20 ബീൻസുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. അത് കോഴിമുട്ടയാണ് കേട്ടോ. അത് ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ട് ഒത്തിരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ അടിച്ചു വെച്ചിരിക്കുകയാണ്. 3 എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സോസുകളാണ്. അറിയാം, ചൈനീസ് ഡിഷ് ആകുമ്പോൾ മാനുഫാക്ചറായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. അതിൽ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ സോസ്, ടൊമാറ്റോ സോസ് ആൻഡ് ചില്ലി സോസ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എന്താ വേവിക്കാനായിട്ട് ഇടുന്നത്, ഞാനത് വേവിച്ചാണ് എടുക്കുന്നത്, വറ്റിച്ചെടുക്കാൻ ഒരു റിസ്കി ഗെയിം ആയത് കാരണം ഞാനത് ചെയ്യുന്നില്ല. ഞാൻ കോരിയാണ് എടുക്കുന്നത്. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടണം. അപ്പോൾ ഉപ്പ്, ഒരിത്തിരി ഓയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വെള്ളം വെച്ചിരിക്കുന്ന ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ വാരി വെച്ചിരിക്കുന്ന അരിയാണ് ഇനി ഇടാൻ പോകുന്നത്. അരി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അരി പോലും മിസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം നമ്മളിടുന്ന അരിയുടെ വേവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ, ഒരു വർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അരി പോലും മിസ് ചെയ്യാതെ വേണം നമ്മൾ ഇടാനെന്ന് പറയാറുണ്ട്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അരി വേവുന്ന ടൈമിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾസ് ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരാവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഞാനിപ്പോൾ ആവശ്യത്തിന് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് ഇട്ടൊന്ന് വഴറ്റാണ്. ഓക്കെ, അപ്പോൾ അത് എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ. അപ്പോൾ അതൊന്ന് മൂക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. റൈസിൽ ഓൾറെഡി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസിലൊക്കെ സോൾട്ട് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അരി അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓയിലിൽ കിടന്ന് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരലുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സോസുകൾ ആഡ് ചെയ്യണം. അതിന് പറയാൻ വിട്ടുപോയി. നമുക്ക് സോസുകളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു 1.5 ടീസ്പൂണോ അത് ഞാൻ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സോയാ സോസ് ആഡ് ചെയ്തു. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചില്ലി സോസാണ് ആഡ് ചെയ്തത്. നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യണം കേട്ടോ. ഇനിയാണ് നമ്മൾക്ക് സോയാ സോസ് അതൊരു സ്പൂൺ ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കട്ടെ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാൻ നമുക്കുണ്ട്. കളർക്കാക്കി മാറിയും നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് സോസുമായിട്ട് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അരച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ്സ് ഒന്ന് അരച്ച് വെച്ച് വേവിക്കുക. നമ്മൾ നടുക്കിലേക്ക് ഒന്ന് തടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കുക. എന്നിട്ട് കഴിച്ച് നോക്കുകയാണ് നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ അരി വാർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോയി നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. എഗ്ഗ് ഫ്രൈ ചെയ്യാനായിട്ട് എഗ്ഗ് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിട്ടുന്ന രീതിയിൽ വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് ഞാൻ ഓയിലാണ് കേട്ടോ വറുക്കുന്നത്, കോക്കനട്ട് ഓയിൽ. എഗ്ഗ് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. ചിക്കി വറുക്കാമെന്ന് പറയുന്നത്, അതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം എഗ്ഗ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആക്കാൻ കേട്ടോ. എന്നിട്ട് മാറ്റി റൈസ് ഇട്ട് അതിലേക്ക് ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് ഒരു ഇത്തിരി പാം ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെജിറ്റബിൾസിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴറ്റി അതിലേക്കാണ് നമ്മളിപ്പോൾ റൈസ് ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിനി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെയറായിട്ട് ആദ്യം റൈസ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പരത്തി വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആണ് എഗ്ഗ് നമ്മളിതായതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ അല്ലാതെ കഴിപ്പിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വെക്കുകയൊക്കെ നല്ലതല്ലേ, അപ്പോൾ അതൊക്കെ പോകുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി വീണ്ടും റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത ലെയർ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് പരത്തി സെറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ലെയർ വെജിറ്റബിൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ കിടത്താം. ഓക്കെ, ഇനി ഫൈനലായിട്ട് ലാസ്റ്റ് ലെയർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് ലെയർ കൂടി ആഡ് ചെയ്തു. അപ്പം ദാ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടിച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, നന്നായിട്ട് ഇപ്പം ഫ്രൈഡ് റൈസിലേക്ക് ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പം ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടുന്ന ഫ്രൈഡ് റൈസ് അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പം എല്ലാ സൈഡിലേക്കും പിടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ സെർവ് ചെയ്യാണ്. ഓക്കെ, ചുടാ ഫ്രൈഡ് റൈസ് റെഡി. നിങ്ങൾക്ക് മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ അധികം മിക്സ് ചെയ്യണം അങ്ങോട്ട് ഇഷ്ടമല്ല. കളർ അങ്ങോട്ട് പോകരുതെന്ന് പറയും. വൈറ്റ് അങ്ങനെ വേണം റൈസിന്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള എങ്ങനെ പറയുന്നില്ല, കാരണം ഞാനിത് ട്രൈ ചെയ്തിട്ടില്ല. കഴിച്ചു നോക്കിയിട്ട് ഞാനിപ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം ഓക്കെ, നല്ല ചൂടുണ്ട് ഗൈസ്, എൻ്റെ വായ പൊളി. അപ്പം ഈ പറയുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെയധികം വാങ്ങുന്നു പറയാനുള്ളത് എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.